ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 1 തിത്തിരി ആൻഡ് ഫ്രണ്ട്സ് അതിൻ്റെ 2ാമത്തെ ഭാഗമാണ്, പാർട്ട് 2. തിത്തിരിയുടെ അമ്മയെ അന്വേഷിച്ച് ഇമയും അമലും പുറത്തേക്ക് ഇറങ്ങിയത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പുറത്തേക്കിറങ്ങി പുറത്തെവിടെങ്കിലും അമ്മയുണ്ടോ എന്ന് നോക്കുകയാണ് അല്ലേ. എന്താണ് ഇവർ തിത്തിരിയോട് പറഞ്ഞിട്ടുള്ളത്? ഡോണ്ട് വറി, വി വിൽ ഫൈൻഡ് ഹെർ. നീ വിഷമിക്കേണ്ട, ഞങ്ങൾ അമ്മയെ കണ്ടുപിടിക്കും. അങ്ങനെ അവർ പുറത്തേക്കിറങ്ങി അമ്മയെ അന്വേഷിച്ചു. They saw a cat. They saw a cat. തിത്തിരി asked the cat. തിത്തിരി ആ കാറ്റിനോട് ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? തിത്തിരി asked the cat, Are you my mom? നിങ്ങളെൻ്റെ അമ്മയാണോ? Are you my mom? തിത്തിരിക്ക് അമ്മയെ അറിയില്ല എന്ന് തോന്നുന്നു. അമ്മയാണോന്ന് കാറ്റിനോട് ചോദിക്കുക. അപ്പം എന്താണ് കാറ്റ് പറയുന്നത് നോക്കൂ. അമ്മപ്പൂച്ച എന്താ പറഞ്ഞതെന്നറിയോ? I have 2 kids. ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്? I have 2 kids. എനിക്ക് 2 കുട്ടികളുണ്ട്. കിഡ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ. None looks like you. ഒന്നും നിന്നെ പോലെ അല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നീ എൻ്റെ കുട്ടിയല്ല, ഞാൻ നിൻ്റെ അമ്മയല്ല. മനസ്സിലായില്ലേ? എന്താണ്? ഒന്നും കൂടി നോക്കാം. തിത്രി ആസ്ക്ഡ് ദ കാറ്റ്, ആർ യു മൈ മോം? നിങ്ങളെൻ്റെ അമ്മയാണോ എന്ന് തിത്തിരി കാറ്റിനോട് ചോദിച്ചു. അപ്പോൾ മദർ കാറ്റ് എന്താണ് പറഞ്ഞത്? ഐ ഹാവ് 2 കിഡ്സ്. എനിക്ക് 2 കുട്ടികളുണ്ട്. നൺ ലുക്സ് ലൈക്ക് യു. ആരും ഒന്നും നിന്നെ പോലെയല്ല. ദേ വെന്റ് ടു ദ കൗ. അപ്പം അവരെന്ത് ചെയ്തു? കൗവിൻ്റെ അടുത്തേക്ക് പോയി. ആർ യു മൈ മോം? കൗവിനോട് ചോദിക്കുകയാണ് തിത്തിരി. ആർ യു മൈ മോം? നിങ്ങൾ എൻ്റെ അമ്മയാണോ? ആർ യു മൈ മോം? ഐ ഹാവ് ഓൺലി 1 കിഡ്. എനിക്ക് ആകെ ഒരു കുട്ടിയേ ഉള്ളൂ. അതിതാ അല്ലേ. ഐ ഹാവ് ഓൺലി 1 കിഡ്. മെറ്റ് ഡോഗി ആൻഡ് ഹെർ കിഡ്സ്. ഡോഗി എന്ന് പറഞ്ഞ നോക്കൂ, പട്ടിയെയും അതിൻ്റെ കിഡ്സിനെയും കണ്ടു. കിഡ്സിനെ എന്താ പറയുക? പപ്പീസ് അല്ലേ. മെറ്റ് ഡോഗി ആൻഡ് ഹെർ കിഡ്സ്. അപ്പോഴും തിത്തിരി ചോദിക്കുക. തിത്തിരി ആസ്ക്ഡ് ദ ഡോഗ്, ആർ യു മൈ മോം? ഡോഗിനോടും ചോദിക്കുന്നുണ്ട്, പട്ടിയോട്. ആർ യു മൈ മോം? നിങ്ങൾ എൻ്റെ അമ്മയാണോ? ഐ ഹാവ് 5 കിഡ്സ്. എനിക്ക് 5 കിഡ്സ് ഉണ്ട്, 5 കുട്ടികളുണ്ട്. ലുക്ക്, ഡസ് എനിവൺ ലുക്ക് ലൈക്ക് യു? നോക്ക്, ഏതെങ്കിലും നിന്നെ പോലെ ഉണ്ടോ? എന്താണ് നമ്മുടെ ഡോഗി പറഞ്ഞത്? ഡോഗി, ഐ ഹാവ് 5 കിഡ്സ്. എനിക്ക് 5 കുട്ടികളുണ്ട്. ലുക്ക്, ഡസ് എനിവൺ ലുക്ക് ലൈക്ക് യു? നിന്നെ പോലെ ഏതെങ്കിലും കുട്ടി ഉണ്ടോ? അപ്പം അതും അമ്മയല്ല അല്ലേ. ദേ ആൾസോ മെറ്റ് ഹെൻ ആൻഡ് ഹെർ ഫാമിലി. അത് കഴിഞ്ഞപ്പോൾ അവിടെ ആരെയാണ് കണ്ടുമുട്ടിയത്? മെറ്റ്, കണ്ടുമുട്ടി. ആരെ കണ്ടുമുട്ടി? മെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? MET, മെറ്റ്, കണ്ടുമുട്ടി. ഹെന്നിനെയും ഫാമിലിയെയും കണ്ടുമുട്ടി. അപ്പോൾ ഇവിടെ ഇമ ചോദിക്കുകയാണ്, ഈസ് ദിസ് യുവർ കിഡ്? തിത്തിരി ഒന്നും ചോദിച്ചില്ല. എല്ലാവരോടും ആർ യു മൈ മോം, ആർ യു മൈ മോം എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ തിത്തിരി ഒന്നും മിണ്ടണില്ല. അപ്പോൾ ഇമ ചോദിക്കുകയാണ്, ഈസ് ദിസ് യുവർ കിഡ്? ഇത് നിന്റെ കുട്ടിയാണോ? ഐ ഹാവ് 4. എന്താ ഹെൻ പറയുന്നത്? ഐ ഹാവ് 4. എനിക്ക് 4 ആളാണ്. ബട്ട് നൺ ഈസ് ലൈക്ക് ദിസ് കിഡ്. ഒന്നും ഈ കുട്ടിയെ പോലെ അല്ല. ബട്ട്
നൺ ഈസ് ലൈക്ക് ദിസ് കിഡ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ പോലെ. ലൈക്ക്, LIKE, ലൈക്ക്, പോലെ. ബട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബട്ട് നൺ ഈസ് ലൈക്ക് ദിസ് കിഡ്. ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ ഒന്നും നിന്നെ പോലെയല്ല, ഈ കുട്ടിയെ പോലെയല്ല. They saw a crow's nest. അവിടുന്ന് ഇങ്ങനെ പുറത്തു കൂടെ നടന്നുകൊണ്ടിരിക്കുക അമ്മയെ കണ്ടുപിടിക്കാൻ. അപ്പോഴാണ് ഒരു ക്രോയിൻ്റെ നെസ്റ്റ് കണ്ടത്. നെസ്റ്റ്, കൂട്, ക്രോസ് നെസ്റ്റ്. ഈസ് ദിസ് യുവർ കിഡ്? ഇമ്മ അതിനെ എടുത്തുകൊണ്ട് ചോദിക്കുകയാണ്. മരത്തിൻ്റെ മുകളിലേക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തിരിക്കുക. ഈസ് ദിസ് യുവർ കിഡ്? ഇത് നിന്റെ കുട്ടിയാണോ? മൈ 3 eggs haven't hatched yet. Haven't hatched yet. എൻ്റെ കുട്ടികൾ, എൻ്റെ മുട്ടകൾ ഇതുവരെയും വിരിഞ്ഞിട്ടില്ല. hatched yet, വിരിഞ്ഞിട്ടില്ല. haven't hatched yet, ഇതുവരെയും വിരിഞ്ഞിട്ടില്ല. My 3 eggs haven't hatched yet. എൻ്റെ 3 മുട്ടകൾ ഇതുവരെയും വിരിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് പേജ് നോക്കൂ. നമ്മുടെ സ്റ്റോറി ഒന്നവിടെ ബ്രേക്കായി അല്ലേ? അതുവരെ എത്തിയിട്ട് സ്റ്റോറി ബ്രേക്കായി. നമുക്ക് അതിൻ്റെ ബാക്കി നോക്കണോ അതോ ഇത് നോക്കണോ? ഇത് തന്നെ നോക്കാം അല്ലേ? ഹൂ ആൾ ഡു യു സീ ഇൻ ദ പിക്ചേഴ്സ്? ഈ പിക്ചറിൽ ആരെയൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? ഈ ചിത്രത്തിൽ ആരെയൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? ഹൂ ആൾ ഡു യു സീ ഇൻ ദ പിക്ചേഴ്സ്? കൗണ്ട് ആൻഡ് റൈറ്റ് ഈച്ച്. ഓരോന്നും എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതുക. കൗണ്ട് ചെയ്യുക, കൗണ്ട്, എണ്ണുക. എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിയിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ആരാ? കൗ. എത്ര എണ്ണം ഉണ്ട്? ഹൗ മെനി കൗ? കൗസ്. ഹൗ മെനി കൗസ്? ഓൺലി 1. റൈറ്റ് 1. അവിടെ നമ്മൾ 1 എന്ന് എഴുതുക. ഡക്സ്. ഹൗ മെനി ഡക്സ്? ഡക്ലിങ്സ് ആണോ? അല്ലേ? ഡക്ലിങ്സ് ആണ്. ഹൗ മെനി ഡക്ലിങ്സ്? 1, 2, 3, 4. അവിടെ റൈറ്റ് 4. ഹൗ മെനി പപ്പീസ്? പപ്പീസിനെ കണ്ടോ? ഹൗ മെനി പപ്പീസ്? 1, 2, 3, 4, 5. 5 puppies. How many kittens? How many kittens? 2. അല്ലേ? How many crows? Crow. How many crows? 1, 2, 3. Write 1 to 5 in order. ഇനി നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 1 to 5, 1 മുതൽ 5 വരെ ഓർഡറിൽ എഴുതണം. 1, 2, 3, 4, 5. എല്ലാവരും ഡോട്ടിൻ്റെ മേലെ കൂടെ എഴുതിയോ? 1, 2, 3, 4, 5. ഇനി അതിൻ്റെ താഴെയും അതുപോലെ നിങ്ങൾ എഴുതണം. ഡോട്ട് ഇട്ടിട്ടില്ല, നിങ്ങൾ എഴുതണം. റൈറ്റ് 1 to 5 in order. 1, 2, 3, 4, 5. നെക്സ്റ്റ് പേജ് നോക്കൂ. ഇമ ആൻഡ് അമൽ കനോട്ട് ഫൈൻഡ് തിത്രീസ് മദർ. അല്ലേ? ഇമയും അമലും എത്ര അന്വേഷിച്ചിട്ടും തിത്രിയുടെ അമ്മയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇമ ആൻഡ് അമൽ കനോട്ട് ഫൈൻഡ് തിത്രീസ് മദർ. അപ്പം ഇമ അമലും നമ്മുടെ തിത്രിക്ക് വേണ്ടി സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൾക്ക് എന്താ കാണിച്ചു കൊടുക്കുന്നത് നോക്കൂ. ഇമ ആൻഡ് അമൽ, വായിക്കാട്ടോ, പുസ്തകത്തിൽ നോക്കൂ. ഇമ ആൻഡ് അമൽ ഷോഡ് ദെയർ പിക്ചർ ബുക്ക് ടു തിത്തിരി. അവളുടെ പിക്ചർ ബുക്കാണ് തിത്തിരിക്ക് കാണിച്ചു കൊടുക്കുന്നത്. പിക്ചർ ബുക്ക്. ദേ സാങ്. എന്നിട്ട് അവർ പാടുന്നുണ്ട് തിത്തിരിക്ക് വേണ്ടിയിട്ട്. വാട്ട് ഈസ് ഇൻ പേജ് 1?
one cat on the first page. One, one, one. എന്താ പാടുന്നത്? വാട്ട് ഈസ് ഇൻ പേജ് 1? പേജ് 1 എന്താണ്? വൺ കാറ്റ് ഓൺ ദ ഫസ്റ്റ് പേജ്. ഒരു പൂച്ചയാണ് ഒന്നാമത്തെ പേജിലുള്ളത്. വൺ, വൺ, വൺ. വൺ എഴുതിയാൽ നോക്കൂ. വണ്ണിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ONE. വൺ. വൺ, വൺ, വൺ. നമ്പറിലുള്ള വൺ. വാട്ട് ഈസ് ഇൻ പേജ് 2? പേജ് 2 എന്താണ് നോക്കൂ. 2 birds on the second page. 2 birds on the second page. സെക്കൻഡ് പേജിൽ 2 birds ആണ്. 2 birds ആണ്. 2, 2, 2. 2ന്റെ സ്പെല്ലിംഗ് എന്താണ്? TWO. 2. വാട്ട് ഈസ് ഇൻ പേജ് 3? പേജ് 3 എന്താണ്? വാട്ട് ഈസ് ഇൻ പേജ് 3? 3 parrots on the third page. 3 parrots. 3 parrots. 3 തത്തകളാണ് തേർഡ് പേജിലുള്ളത്. 3, 3, 3. 3യുടെ സ്പെല്ലിംഗ് എന്താണ്? THREE. 2 E എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്താ പറയാ? ഡബിൾ E. 3, 3, 3. What is in page 4? 4 owls on the 4th page. എന്താ പിക്ചറിൽ കാണുന്നത്? ഔൾസ് ആണ്. ഔൾ എന്ന് പറഞ്ഞാൽ മൂങ്ങ. 4 മൂങ്ങകളാണ് 4ാമത്തെ പേജിലുള്ളത്. വാട്ട് ഈസ് ഇൻ പേജ് 4? 4 owls on the 4th page. 4, 4, 4. 4ന്റെ സ്പെല്ലിംഗ് എന്താണ്? FOUR. മനസ്സിലാവുണ്ടോ മക്കളെ? നമ്മളിപ്പോൾ 1, 2, 3, 4 സ്പെല്ലിംഗ് ഒക്കെ പഠിക്കുകയാണ് ഇപ്പോൾ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്തത് വാട്ട് ഈസ് ഇൻ പേജ് 5? പേജ് 5 എന്താണ്? 5 mangoes on the 5th page. 5 mangoes on the 5th page. 5th പേജിൽ 5 mangoes ആണ്. 5. FIVE. 5. 5, 5, 5. ഇപ്പം എല്ലാവർക്കും 1, 2, 3, 4, 5 നമ്പർ എല്ലാവർക്കും അറിയാം അല്ലേ? 1, 2, 3, 4, 5 ലെറ്റേഴ്സിലും എഴുതാൻ അറിയാം എന്ന് വിചാരിക്കുന്നു. LKG UKGയിലൊക്കെ നിങ്ങൾ 1, 2, 3, 4, 5 ഒക്കെ ലെറ്റേഴ്സിലും എഴുതിയിട്ടുണ്ടാവും അല്ലേ? നമ്പർ നെയിംസ് എന്തായാലും പറയാ? നമ്പർ നെയിംസ്. നമുക്കൊന്ന് എഴുതി നോക്കാം. 1 ONE. 1. ONE. 1. TWO. 2. TWO. 2. THREE. ഡബിൾ E എന്നാണ് 2 E അടുത്തടുത്ത് എഴുതുമ്പോൾ പറയാ. 3. THREE. 3. അടുത്തത് 4. FOUR. 4. FOUR. 4. 5. FIVE. 5. FIVE. 5. അപ്പം നമുക്കൊന്ന് നമ്പേഴ്സും ലെറ്റേഴ്സും ചേർത്തൊന്ന് വായിക്കാം. ONE. 1. TWO. 2. THREE. 3. FOUR. 4. FIVE. 5. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇത് നോട്ട് പുസ്തകത്തിൽ എഴുതണം.
നോട്ട് പുസ്തകം നോക്കി നിങ്ങൾ വായിക്കണം. അപ്പോൾ 1 to 5 എല്ലാവർക്കും അറിയണം, എഴുതാനും ചൊല്ലാനും. മനസ്സിലായില്ലേ? അടുത്തത് ഫിംഗർ പെയിൻറ്റിങ്സ് ആണ്. ഫിംഗർ പെയിൻറ്റിങ്സ് നമ്മൾ മറ്റേ പുസ്തകത്തിലും ഉണ്ടായിരുന്നു ഫിംഗർ പെയിൻറ്റിങ്സ്. ലെറ്റ്സ് ഡു സം ഫിംഗർ പെയിൻറ്റിങ്സ്. ലെറ്റ്സ് ഡു സം ഫിംഗർ പെയിൻറ്റിങ്സ്. നമുക്ക് കുറച്ച് ഫിംഗർ പെയിൻറ്റിങ്സ് ചെയ്യാം. ഇതിൻ്റെ അടിയിൽ നോക്കാം, ഇവിടെയൊക്കെ നോക്കൂ, ഫിംഗർ പെയിൻറ്റിങ്സ് ചെയ്യാൻ പറ്റിയ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. റാറ്റ് ഉണ്ട്, ഫിഷ് ഉണ്ട്, പലതരം ഫിഷ് ഉണ്ട്, പിന്നെ പട്ടത്തിൻ്റെ പോലെയുള്ളതുണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, ഇങ്ങനെ മിഠായി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഫിംഗർ പെയിൻറ്റിങ്സ് ചെയ്യാൻ പറ്റിയ പിക്ചേഴ്സാണ്. അപ്പോൾ അത് നോക്കി നമുക്ക് ഇതുപോലെ ഒന്ന് ഫിംഗർ പെയിൻറ്റ് ചെയ്യാം. അടുത്തത് നോക്കൂ. ലെറ്റ്സ് ഡ്രോ ദ വേംസ് ആൻഡ് റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 5. ഈ വേംസിന് ഒരു വേം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഈ വേമിനെ നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അതിനുശേഷം അതിൽ 1 to 5 എഴുതണം. അപ്പോൾ ഇന്ന് എല്ലാവരും വീട്ടിൽ ചെന്നതിന് ശേഷം ഫിംഗർ പെയിൻറ്റിങ്സ് ചെയ്യുക. 1 to 5 നമ്പേഴ്സും 1 to 5 നമ്പർ നെയിംസും എഴുതുക. അത് നോക്കി വായിക്കുക. ഓക്കെ? എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? മക്കൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, താങ്ക് യു.